പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം CPM നേതാക്കളുടെ ഭാര്യമാർക്ക് ഈ പറഞ്ഞ പോലെ ചാകരയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. CPM-ന്റെ പ്രത്യേകിച്ചും യുവ നേതാക്കന്മാരുടെ ഒക്കെ ഭാര്യമാർക്ക് സർവകലാശാലകളിൽ ആവശ്യം പോലെ നിയമനങ്ങൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു. ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് വ്യവസായ നിയമ വകുപ്പ് മന്ത്രി P. രാജീവിൻ്റെ ഭാര്യ വാണി കേസരി അവര് അനധികൃതമായി നിയമനം നേടിയത് സംബന്ധിച്ചും ഒക്കെ കാര്യകാരണ സഹിതം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് 2 ആഴ്ച മുമ്പാണ് ചെയ്തത്. ഒരുപാട് ആളുകൾ അത് കണ്ടു. അതിനു മുമ്പ് പല നേതാക്കന്മാരുടെ ഭാര്യമാരെ കുറിച്ചിട്ട് അതിനു മുമ്പും ചർച്ചകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം MP രാജേഷിന്റെ ഭാര്യ നികിത കണിച്ചേരി, അവർക്ക് എനിക്ക് തോന്നുന്നു സംസ്കൃത സർവകലാശാലയിലാണെന്ന് തോന്നുന്നു, നിയമവിരുദ്ധമായി ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദമുണ്ടായിരുന്നു. K. രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസ്, അവർക്ക് കണ്ണൂർ സർവകലാശാലയിൽ അനധികൃതമായിട്ടുള്ള നിയമനം കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് വിധി വന്നു. സുപ്രീം കോടതിയിലൊക്കെ അത് പെൻഡിങ്ങിൽ അത് കിടക്കുകയാണ്. അതാണ് K. രാകേഷിന്റെ ഭാര്യ. അതുപോലെ തന്നെ P. ബിജുവിന്റെ ഭാര്യ, അവർക്ക് കേരള സർവകലാശാലയിൽ എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനമൊക്കെ അവർക്ക് ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ടും അനധികൃതമായിട്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാരുടെ ഭാര്യമാരിൽ ഒരുപക്ഷെ ഇനി ജോലി ആ നിലയിൽ ലഭിക്കാത്തത് M. സ്വരാജിന്റെ ഭാര്യയ്ക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ വേറെയുള്ളൊരു ചെറുപ്പക്കാരൻ റിയാസാണ്. അയാളുടെ ഭാര്യയ്ക്ക് അയാൾക്ക് തന്നെ ലഭിച്ച ജോലി, പിന്നെ അയാളുടെ ഭാര്യ ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൊതുവിൽ നമ്മളെടുത്ത് നോക്കിയാൽ M. സ്വരാജിന്റെ ഭാര്യയ്ക്ക് മാത്രമാണ് ഇനി എന്തെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യത ഇതുവരെ കിട്ടാതിരുന്നത്. അവർക്കും മിക്കവാറും ഈ 1 വർഷത്തിനുള്ളിൽ എവിടെയെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. സുഹൃത്തുക്കളെ, ഇതിനിടയിൽ സ്പീക്കർ AM ഷംസീറിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു. ആ വിവാദം പിന്നീട് കെട്ടടങ്ങി. പക്ഷെ ഇപ്പോഴത്തെ പുതിയതായി AM ഷംസീറിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു വിവാദം കണ്ണൂർ സർവകലാശാലയിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. അവിടെ ഈ 4 വർഷം പൂർത്തിയാക്കുന്ന അധ്യാപകരെ എല്ലാം പറഞ്ഞയക്കാൻ, പിരിച്ചുവിടാൻ കണ്ണൂർ സർവകലാശാല നയപരമായി ഒരു തീരുമാനമെടുത്തു. കാരണം അവരെ പിരിച്ചുവിട്ടില്ല എങ്കിൽ അവര് സ്ഥിര നിയമനത്തിനുള്ള അവകാശവുമായി അവർ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് 4 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള അധ്യാപകരെ മുഴുവൻ പിരിച്ചയക്കാൻ തീരുമാനിച്ചു. പിന്നീട് നോട്ടിഫിക്കേഷനൊക്കെ വിളിച്ച് ഇഷ്ടമുള്ളവരെയൊക്കെ തിരിച്ചെടുക്കുന്നുള്ള വേറെ കാര്യം. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം, ഒരു നയപരമായ തീരുമാനം കണ്ണൂർ സർവകലാശാല എടുത്തു. എന്നാൽ ആ തീരുമാനം എടുത്തതിനെ തുടർന്ന് പൊടുന്നനെ അവിടുത്തെ സിൻഡിക്കേറ്റ് കൂടിയിട്ട് അവിടുത്തെ ഇംഗ്ലീഷ് വിഭാഗത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഇംഗ്ലീഷ് വിഭാഗത്തിൽ അത് നടപ്പിലാക്കണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം പൊതുവിൽ സർവകലാശാലയിൽ ഉള്ള 4 വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെ മുഴുവൻ പിരിച്ചുവിടാനുള്ളൊരു നയപരമായ തീരുമാനം എടുക്കുമ്പോൾ അതിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ഇംഗ്ലീഷ് വകുപ്പിനെ മാത്രം ഒഴിവാക്കിയത് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും അത് മനസ്സിലായില്ല. പൊടുന്നനെ സിൻഡിക്കേറ്റ് കൂടി തീരുമാനിക്കുക. അതിനെന്തെങ്കിലും കാരണമുണ്ടെന്ന് അവർ പറഞ്ഞുമില്ല. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ സ്പീക്കറായിട്ടുള്ള തലശ്ശേരി MLA AM ഷംസീറിന്റെ ഭാര്യ PM സഹല ആ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ വകുപ്പിൽ മാത്രം ഈ 4 വർഷക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള മാനദണ്ഡം പൂർത്തിയാക്കണ്ട എന്ന് തീരുമാനിച്ചു. എത്ര വലിയ അനീതിയാണത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ. അപ്പൊ അതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിനെക്കുറിച്ചൊക്കെ പറയാൻ അർഹതയുള്ള കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സർവകലാശാലകളിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ നമ്മളുടെ ഇടയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീമാൻ RS ശശികുമാർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 4 വർഷക്കാലമായി നടക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കുമെതിരെ പ്രായം പോലും നോക്കാതെ പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് നിന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീമാൻ RS ശശികുമാർ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചും
ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൻ്റെ തെറ്റ്, അതിൻ്റെ ഭരണഘടനാ വിരുദ്ധത, അതിൻ്റെ നിയമവിരുദ്ധത പുറത്തു കൊണ്ടുവരാൻ അർഹതയുള്ളത് ശ്രീമാൻ RS ശശികുമാർ സാറിനാണ്. എൻ്റെ അടുത്ത സുഹൃത്തും എനിക്ക് എൻ്റെ ഗുരുവും എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള ആളുകളിൽ ഒരാളാണ്. കാരണം പ്രതിപക്ഷത്തെക്കാൾ ശക്തമായിട്ടാണ് സാറിൻ്റെ സമരം. അതുകൊണ്ട് ഞാൻ ഈ വിഷയം സാറുമായി സംസാരിച്ചു, ദീർഘനേരം സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പൊള്ളത്തരം വിശദമായി സാറ് എന്നോട് ഒരു ഓഡിയോ സംഭാഷണത്തിൽ പങ്കുവച്ചു. ആ ഓഡിയോ സംഭാഷണം കേൾക്കാൻ ഞാൻ എൻ്റെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ RS ശശികുമാർ, ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണെന്നാണ് എൻ്റെ വിശ്വാസം, ജോലി ചെയ്യുന്ന സ്പീക്കർ AM ഷംസീറിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം അങ്ങ് ഉയർത്തിക്കൊണ്ടുവന്നതായിട്ട് കണ്ടു. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അല്ല, ഈ ഭാര്യമാരെ നിയമിക്കുക എന്ന് പറയുന്നതിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പഴക്കമുണ്ടെന്ന് അറിയാമല്ലോ. ഷാജഹാൻ തന്നെ അടുത്ത കാലത്ത് നമ്മുടെ മന്ത്രി രാജീവിന്റെ ഭാര്യയുടെ നിയമനത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. അദ്ദേഹമാണ് ഭാര്യമാർക്ക് സർവകലാശാലയിൽ പ്രൊഫസറാകാമെന്ന് ആദ്യമായി കണ്ടെത്തിയത്. അതായത് യോഗ്യത ഇല്ലാത്തവരെ എങ്ങനെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനൊക്കും. PSCയുടെ റാങ്കിൽ ലിസ്റ്റിൽ വരികയോ മാത്രമല്ല, PSCയിൽ ഇന്നൊരു ലോ ഡിവിഷൻ ക്ലാർക്കിന്റെ ടെസ്റ്റ് ചെയ്യാൻ പോലും ജയിക്കാത്ത ആൾക്കാരെല്ലാം നേരിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറാക്കാമെന്ന് കണ്ടെത്തിയതിന്റെ തുടക്കം കുറിച്ചത് രാജീവാണ്. അതിന്റെ കാര്യം ഞാൻ ഷാജഹാന്റെ ഒരു വീഡിയോ എടുത്തത് കണ്ടു. 100% വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിന്റെ തുടർച്ചയാണ് ഈ ഷംസീറെല്ലാം. ഉണ്ട്, ഞാൻ പറയാം. 2019 ഈ ഷംസീറിന്റെ ഭാര്യയ്ക്ക് കണ്ണൂർ സർവകലാശാലയില് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് റാങ്ക് കൊടുത്തു. രണ്ടാമത്തെ റാങ്കാണ് കൊടുത്തത്. രണ്ടാമത്തെ റാങ്ക് കൊടുത്തു. ഒന്നാമത്തെ റാങ്ക് കൊടുത്ത ബിന്ദു ഒരു കേസ് കൊടുത്തു. കാര്യം വെച്ചാല് ഒന്നാമത്തെ റാങ്കുകാരനാണ് എപ്പോഴും നിയമനം കിടക്കേണ്ടത്. പക്ഷെ അവര് കണ്ടെത്തിയത് മുമ്പ് കഴിഞ്ഞ തവണ അത് ഓപ്പൺ ആയതുകൊണ്ട് അടുത്ത റിസർവേഷൻ ആയിട്ട് മുസ്ലിം സമുദായത്തിലുള്ള എന്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് ഷംസീർ എന്നെ മുന്നോട്ട് ആവശ്യപ്പെട്ടപ്പോൾ നിയമനം കൊടുത്തു. അവരതിനെതിരെ കേസ് പറഞ്ഞു. ഹൈക്കോടതിയിൽ വർഷങ്ങൾ നീണ്ടുനിന്ന കേസ് നടത്തിയതിനു ശേഷം അവർ ആ കേസിൽ അവരെ നിയമിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ അവരവിടെ കണ്ണൂർ അവർക്ക് തുടരാൻ കഴിഞ്ഞില്ല. അടുത്ത നാളുകളിൽ തന്നെ അവര് അവിടുന്ന് രാജിവെച്ചു. പക്ഷെ ഇപ്പോഴവര് നമ്മുടെ ചിന്മയ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. വളരെ മിടുക്കിയാണ് ഡോക്ടർ MB ബിന്ദു. അവർ രാജിവെച്ചു. അവിടെ തുടരാൻ കഴിയില്ല. കാരണം ഈ ഷംസീറിന്റെ ഭാര്യക്കെതിരായിട്ട് കേസ് കൊടുത്ത് അവരുടെ ജോലി നഷ്ടപ്പെടുത്തിയാൽ ആ ഒരാളിന് കണ്ണൂർ എങ്ങനെ കഴിയാൻ കഴിയും? പക്ഷേ അവർ കണ്ണൂരുകാരെ ആണെങ്കിൽ പോലും ഈ സർവകലാശാല നിൽക്കുന്ന കാര്യമില്ലെന്ന് കണ്ടു അവരിപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ചിന്മയ സർവകലാശാലയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു 2019 മുതൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് കണ്ണൂർ സർവകലാശാല എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അപ്പൊ ഷംസീറിന്റെ ഭാര്യ അപ്പൊ ഇപ്പോഴാണ് പറഞ്ഞത് ഈ ഒന്നാം റാങ്ക് കിട്ടിയവര് അവിടുന്ന് തുടരാൻ കഴിയാതെ അവർ കണ്ണൂർ സർവകലാശാല വിട്ടുപോയി എന്നാണ്. അതെ, ഇവരെല്ലാം ഭയന്നാണ്. തീർച്ചയായിട്ടും അവർ കാരണം അവിടെ നിന്ന് അവർക്ക് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു നല്ലൊരു അക്കാഡമിക് ഫീൽഡിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് അവിടെ എന്തായാലും കണ്ണൂരുകാരെ ആണെങ്കിൽ പോലും എനിക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് അവര് അവിടുന്ന് ഉപേക്ഷിച്ചു പോകുന്നത്. അപ്പോൾ അതോടുകൂടി ഇവരുടെ നിയമനം അവിടെ ക്ലിയർ ആയി. അപ്പൊ അങ്ങനെ ഇവരെ അവിടെ നിയമിച്ചു. അവരങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോഴേ സർവകലാശാല ഒരു തീരുമാനമെടുത്തു. കാരണം ഈ 4 വർഷം കഴിയുമ്പോൾ പലരും പെർമനന്റ് ആകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി കോമൺ ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തു. 4 വർഷം കഴിഞ്ഞ് എല്ലാ അധ്യാപകരെയും പിരിച്ചുവിടാൻ. വാസ്തവത്തിൽ നമ്മുടെ ഇയാളുണ്ടല്ലോ, ഈ കഴിഞ്ഞ CPM സഹായത്തിനായിരുന്ന പുറത്താക്കപ്പെട്ട വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ നിയമിച്ച ആൾക്കാരെന്ന് പറയുമ്പോൾ എല്ലാം CPM അനുഭാവികളായിരിക്കണമല്ലോ. അവരെയൊക്കെയാണ് നിയമിച്ചത്. അവരുൾപ്പെടെയുള്ളവരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. 4 വർഷമായി കണ്ണൂർ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ. അതിന് തീരുമാനം നോട്ടീസ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സിൻഡിക്കേറ്റ് കൂടി ഒരു തീരുമാനം എടുത്തു. ആ 4 വർഷം കഴിയാത്തവർക്ക് കണ്ടിന്യൂ ചെയ്യാം. 4 വർഷം കഴിഞ്ഞവരെല്ലാവരും പിരിച്ചുവിടണം. പക്ഷേ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ആർക്കും പിരിച്ചുവിടണ്ടെന്നുള്ള തീരുമാനിച്ചു. ഇങ്ങനെ ഒരു തീരുമാനം ആരെങ്കിലും എടുക്കും? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 8 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊഴിച്ച് ബാക്കി ആൾക്കാർ മുഴുവൻ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഷംസീറിന്റെ ഭാര്യയെ. അതിനെന്താണ് ന്യായം പറഞ്ഞത്? ന്യായമൊന്നുമില്ല. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള അധ്യാപകരെ പിരിച്ചുവിടേണ്ട. കാരണം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ അവിടെ എപ്പോഴും സ്ഥിരമായിട്ട് ജീവനക്കാർ വേണം, അധ്യാപകരോട്. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ
ഇവര് 8 വർഷം 4 വർഷം കഴിഞ്ഞവരെ സ്ഥിരപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഷംസീറിന്റെ ഭാര്യയെ സ്ഥിരപ്പെടുത്താൻ കഴിയും. അപ്പൊ ഷംസീറിന്റെ ഭാര്യയുടെ തണലിൽ മറ്റുള്ളവരും ചിലപ്പോൾ സ്ഥിരപ്പെട്ടു എന്ന് വരാം. പക്ഷെ എന്തായാലും തീരുമാനമെടുത്തത് ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒഴിച്ച് ബാക്കി ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെ മുഴുവനും പിരിച്ചുവിടുന്നു. പിന്നീട് റീനോട്ടിഫൈ ചെയ്യാനും തീരുമാനിച്ചു. റീനോട്ടിഫൈ ചെയ്തിട്ട് അവർക്ക് താല്പര്യമുള്ളവരെ എടുക്കും, ബാക്കിയുള്ളവരെ പുറത്താക്കും, പുതിയ ആൾക്കാരെ. പക്ഷേ വരുന്നില്ല. അതിന് പകരം ഈ ഷംസീറിന്റെ ഭാര്യ ഒഴിച്ച് ബാക്കിയുള്ളവരെ പിരിച്ചുവിട്ടാൽ മതിയെന്ന് തീരുമാനിച്ചാൽ മതിയായിരുന്നു. കുറച്ചുകൂടി ക്ലിയർ ആവുമായിരുന്നു. അതായിരുന്നു ഇതിനേക്കാൾ എളുപ്പം. ഞാൻ പറയുന്നത് ഈ രീതിയിലേക്ക് നമ്മുടെ ഈ CPM തരം താഴ്ന്നിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചോളം സർവകലാശാലയിൽ നിയമനം കൊടുക്കുന്നത് ഞങ്ങളോ ഞങ്ങളുടെ ബന്ധുക്കളോ ഞങ്ങളുടെ ഭാര്യമാർക്ക് പാടുള്ളൂ എന്നുള്ള ഒരു പ്രഖ്യാപിത നയമാണ്. അതാണല്ലോ. ഒരു ന്യായവും പറഞ്ഞിട്ടില്ല അവര്. ഒരു ന്യായവും പറഞ്ഞിട്ടില്ല. എല്ലാ പേരെയും പിരിച്ചുവിടുക, 4 വർഷം കഴിഞ്ഞവരെ പിരിച്ചുവിടുക, 4 വർഷം കഴിയാത്തവരെ 4 വർഷം തികയുന്നത് വരെ കണ്ടിന്യൂ ചെയ്യിക്കുക, അങ്ങനെയാണ്. പക്ഷേ ഇതിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെ ഒഴിവാക്കുന്നു. ഇങ്ങനെ വിചിത്രമായൊരു തീരുമാനം കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഒരു സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു പൊതുവേദിക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്? ഓൾറെഡി എല്ലാവരെയും പിരിച്ചുവിടാൻ തീരുമാനിച്ച ഒരു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റോട് തീരുമാനിച്ചതെന്ന് വെച്ചാൽ എനിക്കൊന്ന് പ്രത്യേക നിർദ്ദേശം പാർട്ടി തലത്തിൽ അവിടെ കൊടുത്തിരിക്കാം. എന്തോ ഉറപ്പെന്ന് പറയാൻ കാരണം അത് എങ്ങനെ ഇവിടുത്തെ നേതാക്കൾക്ക് മറിച്ച് രാജുവിന് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ വനിത, അത് അവരുടെ പേര് വാണി കേസരി. വാണി കേസരി ഇപ്പം ഇവിടെ മാത്രമല്ല, മിക്കവാറും എല്ലാ സർവകലാശാലയുടെ പ്രൊഫസറെ ഡീനായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാനായിട്ടോ എല്ലാ യൂണിവേഴ്സിറ്റിക്കാരും വാണി കേസരി വെച്ചേക്കാണ്. സർക്കാരും ഏതെങ്കിലും പ്രത്യേക നിയമപര ഉപദേശം കൊടുക്കേണ്ട സമിതിയിൽ എല്ലാം വാണി കേസരി ഉണ്ട്. കാരണം അത്ര പ്രഗത്ഭയായ ഒരു നിയമ പണ്ഡിതയായി മാറിയിരിക്കുകയാണ് വാണി കേസരി. കയറിയ സ്ഥിതി അറിയാമല്ലോ. അവര് കയറിയതിന്റെ പേരിൽ ഷാജഹാൻ പറയുകയാണ് ഒരു വൈസ് ചാൻസലർ തന്നെ ജോലിയായി വെച്ചിട്ട് പോയതാണ്. അപ്പൊ അയാൾക്ക് പറയാനൊക്കൂ. ഇനി നമ്മുടെ രാകേഷ്, കണ്ണൂരത്തെ രാകേഷിനെ പറയാമോ? കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ കയറ്റിക്കല്ലേ. ഇനി ഈ മന്ത്രി MP രാജേഷിനെ പറയാമോ? അയാളുടെ ഭാര്യ നിന്ദിത കണിച്ചേരിയെ റാങ്ക് പട്ടിക ശീർഷാസനം ചെയ്ത് സംസ്കൃത സർവകലാശാല നിയമിച്ചിരിക്കുകയല്ലേ. ഇനി സംസ്ഥാന കമ്മിറ്റി അംഗവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ CPM നിയന്ത്രിക്കുന്ന പാർട്ടിയിലെ ചുമതലക്കാരനാണ് PK ബിജു. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ, അത് പറയാൻ പറ്റും, ഡോക്ടർ PK ബിജു. അദ്ദേഹത്തിന്റെ ഭാര്യ വിജയൻ കേരള സർവകലാശാലയിലെ ബയോ കെമിസ്ട്രിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമിച്ചിരിക്കുകയല്ലേ. ഇനിയിപ്പോ ഉള്ളത് ഞാനിപ്പോ കണ്ടിരുന്നപ്പോ യുവ നേതാക്കളുടെ ഒരാളേ ഉള്ളൂ, സ്വരാജ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയും സമീപഭാവിയിൽ ഏതെങ്കിലും കോളേജിൽ കയറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ബാക്കി ബാലഗോപാലിന്റെ ഭാര്യ നേരത്തെ തന്നെ കയറിപ്പോയി. ബാലഗോപാലിന്റെ ഭാര്യ നേരത്തെ തന്നെ ഇവിടെ നമ്മുടെ NSS കോളേജിൽ പ്രൈവറ്റ് NS കോളേജിൽ കയറി. ഇപ്പോഴും അവർ വേറൊരു ശൈലി തുടങ്ങിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം കയറുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർമാർ അവർ ഉദ്ദേശിക്കുന്ന ട്യൂണിങ്ങിൽ വരാത്തതുകൊണ്ട് ഇപ്പോ നിയമനം നടത്താനുള്ള റഷ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് എയ്ഡഡ് കോളേജുകളിൽ നിയമിക്കുക എന്നുള്ളതാണ്. എയ്ഡഡ് കോളേജ് നിയമിക്കുന്നതിന് തന്നെ അവരത് രൂപ കൊടുക്കേണ്ടി വരില്ല. കാരണം 4 പോസ്റ്റാണ് സാങ്ഷൻ ഉള്ളെങ്കിൽ ഒരു പോസ്റ്റ് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ 3 പോസ്റ്റിന്റെ സാങ്ഷൻ, കാരണം പ്രയർ സാങ്ഷൻ വാങ്ങിച്ചാൽ മാത്രമേ നിയമിക്കാവുള്ളൂ എന്ന് ഇപ്പൊ പുതിയ നിയമമാണ്. കണ്ണൂർ സർവകലാശാലയിൽ ഇപ്പം ഈ ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർ അല്ലല്ലേ? ആണ്, കണ്ണൂരും ഗവർണർ നിയമിച്ച വൈസ് ചാൻസലറാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും വൈസ് ചാൻസലർമാർ ഗവർണർ നിയമിച്ചതായതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭാര്യമാരെ നിയമിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിപ്പോ ഉണ്ട്. അത് നാളെ മാറിക്കൂടാനില്ല, ഇപ്പൊ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർ പലരും പ്രൈവറ്റ് കോളേജുകളിലെ പോസ്റ്റുകൾ, അത് 5 പോസ്റ്റ് ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഒരു പോസ്റ്റ് ഞങ്ങളുടെ പാർട്ടിക്ക് തരികയാണെങ്കിൽ മാത്രമേ ഈ 5 പോസ്റ്റിന് സാങ്ഷൻ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് എന്ത് ചെയ്യും? ഈ ഒരു പോസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഇവർക്കുള്ള പൈസ കൂടെ മറ്റവരെ അങ്ങ് വാങ്ങും. മനസ്സിലായി. അപ്പൊ ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ കേരളത്തിലെ അവരുടെ മന്ത്രിമാരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ CPM നേതാക്കളുടെ ഭാര്യമാരെ മുഴുവനും വളരെ സേഫായിട്ടിരുത്താനുള്ള ഒരു വേദിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മുടെ പഠിച്ച് പാസ്സായ മിടുക്കരായിട്ടുള്ള ആൾക്കാർ നിൽക്കുകയാണ്. അതേസമയം വേറൊന്നുകൂടെ ആലോചിക്കണം. വനിതകളെ ഇതേ സമയം നിയമിക്കുമ്പോൾ തന്നെ അവർക്ക് താല്പര്യമില്ലാത്ത വനിതകളെ പീഡിപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ല.
നമ്മുടെ ഇപ്പൊ ഡോക്ടർ സിസ തോമസിന്റെ കാര്യം നമുക്കറിയാം. അതെ 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 അതെ. അവര് റിട്ടയർഡ് 2 വർഷം കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ സർവൈസർ വൈസ് ചാൻസലർ ആണ്. അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. ഇപ്പൊ കോടതി തീരുമാനിച്ചിട്ട് പോലും സുപ്രീം കോടതി പോകാൻ പോവുകയാണെന്ന് അറിയുന്നത്. അത് ശരി. ആ സുപ്രീം കോടതി പോകാൻ പോവാണ്. ഇപ്പൊ സുപ്രീം കോടതി പോകാൻ പോകുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞത്. അതുപോലെ തന്നെ ഡോക്ടർ രമാ മഠത്തിൽ അവരാണ് കണ്ണൂർ കാസർഗോഡ് കോളേജിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന കണ്ടെത്തി പരസ്യമായി പ്രതികരിച്ചു. നേരത്തെ തന്നെ അവർ വളരെ നേരത്തെ 2 വർഷത്തിന് മുമ്പ് അവർ പറഞ്ഞു ഈ കോളേജിൽ വളരെ അപകടമാണ്. അവരെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിട്ട് കോടതിയിൽ പോയി അവരെ തിരിച്ചെടുത്തു. പക്ഷെ ഇപ്പോഴും അവരുടെ ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിന് കാര്യം പറയുന്നത് PhDയിലെ ഡിക്ലറേഷൻ ഡേറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളതും അവരുടെ സർട്ടിഫിക്കറ്റുള്ള ഡേറ്റും രണ്ടാണ്. അതിന് അവരാണോ ഉത്തരവാദി? അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മോളി കുരുവിള വിമൻ സ്റ്റഡീസിന്റെ സീനിയർ പ്രൊഫസറാണ്. അവര് ഡയാന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മാർക്ക് ദാനം നടത്താൻ തീരുമാനിച്ചു. അവർ എതിർത്തതിന്റെ പേര് അവരുടെ പെൻഷൻ എല്ലാം തുടങ്ങി വെച്ചിരിക്കുകയാണ് ഇപ്പോഴും. അതേപോലെ തന്നെ നമ്മുടെ ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ ഡോക്ടർ തങ്കമണി ഇവിടെ നമ്മുടെ CPM-ന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സന്ദർശിച്ചപ്പോൾ ഏതോ ഒരു SFI നേതാവിന് അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, അയാൾക്ക് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല. അവരെയാണ് സസ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഡിസ്മിസ് ചെയ്തു. ഡോക്ടർ തങ്കമണി പിന്നീട് കോടതി പോയി കേസ് പറഞ്ഞാണ് തിരിച്ചു കയറിയത്. അപ്പൊ ഒരു ഭാഗത്തുകൂടി വനിതകളെ പീഡിപ്പിക്കുന്നു, മറുഭാഗത്തുകൂടി ഭാര്യമാരായവർക്ക് ഉന്നത പദവികൾ കൊടുക്കുന്നു. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്പീക്കർ ഷംസീറിന്റെ ഭാര്യയുടെ നിയമനം. ഒരു കാരണവശാലും ഈ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് പൊതുജനങ്ങൾ അറിയണം. ഈ കേരളത്തിൽ നടക്കുന്ന ഇത്രയും തട്ടിപ്പുകൾ നടത്തുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.